ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓടി വരാറുള്ള ഒന്നാണ് മടി. അപ്പോൾ ഈ മടിനെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആവുക അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം. അതേപോലെ നിങ്ങൾക്ക് ഈവനിങ് വ്ളോഗാണോ ഇഷ്ടം, ഡേ മൈ ലൈഫാണോ ഇഷ്ടം, മോർണിംഗ് റൂട്ടീനാണോ ഇഷ്ടം, എന്താണെന്നുള്ളത് എന്തായാലും ഒന്നും കൂടിയും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കിച്ചണിൽ വരാറുള്ളത് കേട്ടോ. അങ്ങനെ 6 മണിയാകുമ്പോൾ പതിവ് പോലെ വന്ന് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഒരു ദോശൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കൈയിലോളം തേങ്ങയും അതേ അളവിൽ ചോറും പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ആദ്യം ഇത് അരച്ചതിന് ശേഷമാണ് ആട്ടപ്പൊടി ചേർത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് രാത്രി ഡിന്നറായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തപ്പോഴേക്കും ചായക്കുള്ള വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട് നമ്മൾ അധികം ഗോതമ്പിൻ്റെ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തിരക്കിട്ട സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ദോശ. ലാസ്റ്റ് ഇതാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ആട്ടപ്പൊടിയുടെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എത്രയാണോ വെച്ചാൽ എടുക്കുക. അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് എന്തായാലും എത്ര വെള്ളം ഒഴിച്ച് അതൊന്ന് അരച്ചെടുത്താലും ഒരു കട്ട പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അരിയാതെ കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ഇതാ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ലപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം വന്നതിന് ശേഷം ഇതാ നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള ആ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എത്രത്തോളം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മഴ പെയ്യുക. അങ്ങനെ ഞാൻ പാനൊക്കെ വെച്ചിട്ട് ഇതാ പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശൻ്റെ പാന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ ദോശ. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ നമ്മുടെ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ദോശ. അങ്ങനെ ഞാൻ ഈ ഒരു ഭാഗം 2 ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് അടുത്തതും കൂടി ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പരുത്തിങ്ങാണ്ടാണ് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരുത്തിങ്ങാണ്ടും ചുടാം, അല്ലാതെ നമുക്ക് ഒരൊറ്റ ബാറ്റർ ഒഴിച്ചിട്ടും ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ വേഗം നമ്മൾ മറിച്ചിട്ടിട്ടില്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് എന്തായാലും കരി പിടിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ അടുത്തുനിന്ന് മാറാതെ അപ്പം ആ ഒരു ദോശ ചുട്ടെടുത്താൽ മതി. ലാസ്റ്റ് ഞാൻ മിക്സിയുടെ ജാറ് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അത് അപ്പം തന്നെ മൂടി വെച്ചു. ഒരു വ്യക്തിക്ക് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും മടി വരുന്നത്. അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ തന്നെ സത്യം പറഞ്ഞാൽ പകുതി ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മടീൻ്റെ കാരണം നമ്മൾ കണ്ടെത്തി അതിനൊരു പരിഹാരം തേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ് കാരണം, എനിക്കത് മാറ്റിയെടുത്തേ പറ്റൂ എന്നുള്ളത് നമ്മൾ എന്തായാലും നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ചാൽ നമ്മുടെ മടിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മളെ ജോലിയൊക്കെ തീർത്ത് നമ്മുടേതായിട്ടുള്ള ടൈമൊക്കെ ഒന്ന് കണ്ടെത്തി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഈ മടിയുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ പിന്നോട്ട് വലിക്കും പോലെയാണ് കേട്ടോ. ഒന്നിനോടും ഒരു തൃപ്തി തോന്നൂല, ചെയ്യുന്ന ജോലിക്ക് സ്പീഡില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചില സമയങ്ങളിൽ തോന്നുന്നതാണ് കേട്ടോ. ഞാനും ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. ആദ്യം
നല്ലപോലെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പതിയെ പതിയെ ഇതിൻ്റെ പരിഹാരം കണ്ടെത്താൻ തുടങ്ങി കേട്ടോ. ചെയ്യുന്ന ജോലിക്ക് സ്പീഡില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ആയിട്ട് ചെയ്യാൻ നോക്കി. കുറച്ച് ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്ത് പിന്നെ തലേന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് വീട്ടുജോലി എന്നല്ല അല്ലാത്ത എന്ത് കാര്യത്തിനും നമുക്ക് മടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. നമുക്ക് ചെയ്യാൻ തന്നെ തോന്നില്ല. ആദ്യം നമുക്ക് വേണ്ടത് ഒരു താല്പര്യമാണ്. ഇന്നെക്കൊണ്ട് ഇതെല്ലാം കഴിയുമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ എല്ലാം റെഡി ആവുമല്ലോ. എന്തൊക്കെയൊക്കെ പറഞ്ഞു. എൻ്റെ പണികളൊക്കെ ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ നെയ്നോക്ക് ഫുഡ് കൊടുക്കാണ്ടായിരുന്നേ. അവൾ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് സോസൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വേഗം ക്ലീനിങ്ങിന് നിൽക്കുക. പിന്നെ വീട്ടിലുള്ള ഏകദേശം പോകേണ്ടതിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നത്. ഇന്നിപ്പോൾ സ്റ്റോർ റൂമിൽ ആകെ നമ്മൾ കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ട് സാധനങ്ങളൊന്നും അടുക്കി വെച്ചിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇന്ന് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അവിടെ ആകെ മെസ്സിയായി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നല്ല, നമ്മൾ എവിടെ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച മാക്സിമം നിൽക്കിയിരിക്കും. പിന്നെ നമ്മൾ എത്രത്തോളം നന്നാക്കി ആ പഴയ രീതിയിൽ തന്നെ അത് വീണ്ടും ആവും കേട്ടോ. അത് ഒരു എന്താ പറയുക, അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അതേ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുകയാണ് അത്ര പ്രശ്നം വരില്ല കേട്ടോ. എന്നാലും ഉണ്ടാവും, എത്ര നമ്മൾ ശ്രമിച്ചാലും അതേപോലെ തന്നെ പഴയ രീതിയിൽ വീണ്ടും വീണ്ടും ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് വീണ്ടും ക്ലീൻ ചെയ്യുക, അതാണല്ലോ നമ്മളെ ഡ്യൂട്ടി. അങ്ങനെ ഇതാ ഞാൻ കിച്ചണിൻ്റെ ആ ഒരു സിങ്കും അതേപോലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് 2-3 പ്രാവശ്യം തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സിങ്കിൽ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവും, വല്ലാതെ എന്താ പറയുക അയക്കാവാത്ത പാത്രം. അതൊക്കെ നമ്മൾ അപ്പം ക്ലീൻ ചെയ്ത് വെക്കാം. എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അതൊന്ന് മുറിച്ചെടുക്കണം. പുറത്ത് മഴയും കാര്യങ്ങളൊക്കെ പോയി ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഓഫാക്കിയിട്ട് വീണ്ടും അത് അവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മീനൊന്ന് മുറിച്ചെടുക്കട്ടെ വിചാരിച്ച്. ഇപ്പം കിച്ചണിലെ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞാൻ മീൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. എനിക്കെന്താണെന്നറിയില്ല, പുറത്തിറങ്ങാതെ മീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്തോ മാതിരിയാണ് കേട്ടോ. മറ്റേത് സിങ്കിൽ നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കിയതാണല്ലോ, അവിടെ പിന്നെ ആയിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ക്ലീനാക്കി കൊടുത്ത് ആ ഒരു ക്ലീനിൽ നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ തന്നെ ഭംഗിയുള്ളത് കേട്ടോ. എനിക്കിഷ്ടം അത് തന്നെയാണ്. അങ്ങനെ മീനൊക്കെ ഒന്ന് എന്താ പറയുക കട്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ആ പൂച്ചക്ക് മീനിൻ്റെ തലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മീനൊക്കെ ഒന്ന് കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഗ്രീൻ പീസ് ആയിരിക്കും കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുക. അധികം ചിലപ്പോൾ ചെറുപയറായിരിക്കും. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വരെ ഉണ്ടാക്കുക. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് പിന്നെ കുറച്ചൊന്ന് തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരക്കണയിലേക്ക് പ്രത്യേകിച്ച് പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ചുവന്ന മുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. തലേന്ന് നമ്മൾ കുറച്ച് പയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ബാക്കി വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്, അതും ചൂടാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇതാ നന്നായിട്ട് നമ്മുടെ വെട്ടി തിളച്ചിട്ട് കറിയൊന്ന് ഓഫാക്കി കൊടുത്തു കേട്ടോ. പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് ഇതാ കുറച്ച് കറിവേപ്പിലേൻ്റെ തണ്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മളെ മീനിന്. അങ്ങനെ മീൻ ഓരോന്നായിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആകെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ആളുമേൽ ഓരോന്നായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓവറായിട്ട് എടുക്കണ്ട, കാരണം കുറച്ച് മീനേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മീൻ രാത്രിക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേ. അങ്ങനെ ഇതാ ഉച്ചയത്തെ ലഞ്ചിന് ഇതാ തലേന്നത്തെ മമ്പയർ കറി, നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറി, പയറുപ്പേരി, പിന്നെ മീൻ പൊരിച്ചതും കുറച്ച് പുളിയിഞ്ചി ഉണ്ടായിരുന്നേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടിയില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ തന്നെ നമ്മുടെ മടി മാറ്റിയെടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ മടിയൊക്കെ മാറി നല്ലപോലെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.